This video is powered by Fortune Tours, Kerala's most trusted travel partner. Hello guys. അതെ ഞാൻ ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിപ്പോയി ബിക്കോസ് നിങ്ങൾ കണ്ടില്ല ഇന്നലത്തെ ആ ഒരു പകുതി വ്ളോഗ് ഞങ്ങൾ എടുക്കാൻ വിട്ടു ബിക്കോസ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് മഞ്ഞളിച്ച് പോകുന്നു എന്ന് പറയില്ലേ അതുപോലെ നമ്മൾ ഹാപ്പി ആയിപ്പോയി. ആൻഡ് ഇന്നെന്താ പ്ലാൻ എന്ന് വെച്ചാൽ ദുബായിൽ ഇപ്പോൾ വരുന്ന എല്ലാവരും ഫസ്റ്റ് പറയണ ദുബായ് എക്സ്പോ എന്നുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മളിന്ന് അതിനാണ് പോകുന്നത്. വാവ എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ്. അപ്പോൾ വാവ നല്ല ഉറക്കമാണ്. ആസ് യു ക്യാൻ സീ നമ്മൾ വാവയും ഡാഡി മമ്മിയൊക്കെ സെറ്റായിരിക്കുകയാണ്. പുതിയൊരാൾ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഗുങ്കുരുമണി. ഞാൻ പേരിട്ടതിന് ഗുങ്കുരു. കണ്ണു വെച്ചല്ലടാ, ആരും എന്നെ പ്രണയിക്കുന്നു. അപ്പം എന്തായാലും കുഴപ്പമില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി നല്ല ഡ്രസ്സസ്, ഞാൻ പറഞ്ഞില്ലേ കുറേ ഡ്രസ്സസ് നമ്മൾ സൂപ്പർ ഡ്രസ്സസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് ഡ്രസ്സ് ഇടണം ശ്രീനി? ഇന്ന് എക്സ്പോ ആണ്, പോസ്റ്റിൽ കണ്ടിരുന്നു. പക്ഷെ എക്സ്പോ എന്ന് പറയുമ്പോൾ മെറൂൺ റെഡ് ചില്ല ഒരു കളറല്ല അല്ലേ? അപ്പോൾ ഐ തിങ്ക് ഐ വിൽ വെയർ ദിസ്. ഗൈസ്, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് നില ബേബി പാല് കുറച്ച് ബാക്കി വെച്ചു. ഞാൻ ആ പാലും കൂടി ഒഴിച്ചിട്ടാണ് ഈ കോഫി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കുടിച്ചിട്ട് ശ്രീനിയുടെ എക്സ്പ്രഷൻ നോക്കാം. ഓക്കെ, നില എപ്പോഴും ഫുൾ കുടിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒത്തിരി ആദ്യമായിട്ടാണ് ഇന്നലെ ഈ സാധനം വാങ്ങിച്ച് കൊടുത്ത് നോക്കിയത്. അവൾ ഒട്ടും ഇഷ്ടമായിട്ടില്ല. സോ ഈ സാധനം ബാക്കി മുഴുവൻ ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട്. സൂപ്പർ കോഫിയാണ്. യെസ്, ചൂട്. സൂപ്പർ ബെസ്റ്റ്. ഞാൻ നിലയുടെ ബാക്കി പാലാണ് ഞാൻ പ്രോ. സ്വർഗത്തിലോ അമ്മ സ്വപ്നത്തിലോ. ശരിക്കും നമ്മളൊരു കൊച്ചായ പോലെ ഉണ്ടല്ലേ. അപ്പം ഇനി എക്സ്പോന് പോകാൻ സമയമായി. അപ്പോൾ ഒരു 1 o'clock ആകുമ്പോൾ നമ്മളെ കാറ് പിക്ക് ചെയ്യാൻ വരും. സോ എല്ലാം സോർട്ടഡ് ആണ്. നമ്മൾ റെഡി ആവുക, നമ്മൾ പോവുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനി ദുബായിൽ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടൂർ എടുക്കുക, ഒരു പാക്കേജ് പോലെ എടുക്കുക. സോ എല്ലാം അവർ ചെയ്യും. ഫോർച്യൂൺ ടൂർസ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ കേരള. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞങ്ങൾ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. ഇത് വൺ ഓഫ് ദ ഡ്രസ്സസ്, ഞാൻ തയ്പ്പിച്ച വൺ ഓഫ് ദ ഡ്രസ്സസ് ആണ്. ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി കേട്ടോ. ബിക്കോസ് ഇവിടെ സിപ്പ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് ഐ ലവ് ദ കളർ. സോ ഹാപ്പി. ആൻഡ് എന്താ അപ്പൊ ഞങ്ങൾ എക്സ്പോന് പോകാൻ റെഡി ആയിട്ടിരിക്കണം. സോ കം ലെറ്റ്സ് ഗോ മാൻ. നിലു ബേബിയുടെ പുതിയ ഉടുപ്പ്, നിലു ബേബിയുടെ പുതിയ ഉടുപ്പ് കണ്ടോ? അവൾക്ക് ക്യാമറ കണ്ട പിന്നെ അവൾക്ക് ഫാൻസിനെ കാണുമ്പോൾ അവൾക്ക് അറിയാം. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് തലയിൽ കുട്ടി ബോ ഒക്കെ വെച്ചിട്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. എവിടെ പോവാ നിലു ബേബി? എക്സ്പോന് പോവാനോ? എക്സ്പോന് പോവാനോ? അപ്പൊ നമ്മള് എക്സ്പോന് പോവാണ്. അപ്പൊ നമ്മുടെ ഷെരീഫ് ബ്രോ ആണ് നമ്മള് ഫോർച്യൂൺ ടൂർസ് വന്നിരിക്കുകയാണ് ഷെരീഫ് ബ്രോ. അപ്പൊ നമ്മൾ കേറാണോ? ലെറ്റ്സ് ഗോ.
അങ്ങനെ നമ്മൾ ദുബായ് എക്സ്പോയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് നിലു? എക്സ്പോ കാണാൻ വന്നിരിക്കും. എക്സ്പോ ബേബി. സോ ഞങ്ങളിപ്പോൾ വാക്സിനേഷൻ ആൻഡ് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വാക്സിനേഷൻ ആൻഡ് ടിക്കറ്റ് ഇത് രണ്ട് നമ്മൾ ഇവിടെ കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം നമ്മൾ അവരെ അകത്ത് കയറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുകയാണ്. നില ബേബി ആദ്യം ബാഗിലേക്ക് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് നിലവിൽ സോ എക്സ്പോയിൽ വാവകളെ കൊണ്ടുവരുന്നവർക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഡാഡി ഒന്ന് കാണിച്ചു കൊടുത്തേ. സോ നിലു ബേബിക്ക് ഞങ്ങളൊരു കുട്ടി വണ്ടിയോ വാങ്ങിച്ചു. അപ്പം ഞങ്ങളുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അവളുടെ ബാഗ് തൊട്ടടുത്ത് അവളുടെ ബാഗും അവളും രണ്ടുപേരും ചില്ല് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സാധനം. ഇങ്ങനെ അടയ്ക്കും, ആൾക്കാരും ഫ്രണ്ട്ലിയാണ്. മാപ്പ് കിട്ടി. ഈ മാപ്പിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഇതിൽ നോക്കി നമുക്ക് ചോദിച്ചു പോവാം. ഇതാണ് എക്സ്പോയുടെ മെയിൻ മറ്റേ ആ ഗ്ലോബ് എന്ന് പറയുന്ന സാധനം അല്ലേ? അടിപൊളിയല്ലേ? നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചാലോ? ബിക്കോസ് ഐ എം ഫീലിംഗ് സോ ഹംഗ്രി. അപ്പൊ നമുക്ക് ഉച്ച നേരം ആയതുകൊണ്ട് നമുക്ക് ആദ്യം ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് എക്സ്പോ തുടങ്ങാം. എന്താന്നറിയില്ല, എവിടെ പോയാലും നല്ല ഫുഡ് എനിക്ക് കിട്ടാറ്. ശരിക്കും രവീസ് റെസ്റ്റോറൻറ്റ് എന്നായിട്ടാണ് ഞങ്ങൾ കയറിയത്. നോക്കിയപ്പോൾ റാവീസ്. സോ റഷ്യൻ പവലിയനിലും ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഗൈസ്, സത്യം പറയാലോ, ഈ അവതാർ സിനിമയിൽ ഏതോ ഒരു രംഗത്തിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കണ പോലെയുണ്ട്. ബിക്കോസ് അത്രയ്ക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഇത് വന്ന് അനുഭവിക്കും. ശരിക്കും ഒരു സ്വർഗത്തിലേക്ക് എത്തിയ പോലെ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. കം ഓൺ, ലെറ്റ്സ് സീ, ലെറ്റ്സ് എക്സ്പ്ലോർ. നമ്മുടെ കാലിൽ വരെ എന്തൊക്കെയോ ലൈറ്റുകളൊക്കെ നടക്കണ സ്ഥലത്ത് വരെ. ഇതൊരു ഭയങ്കര ഫീലിംഗാണ്. നിലുമ ഞെട്ടിയിരിക്കുകയാണ്. നിലു, എങ്ങനെയുണ്ടായിരുന്നു ആ ഷോ? സൂപ്പർ അല്ലായിരുന്നോ? നിലുമ താഴെ നോക്കുക. നമ്മളിപ്പോൾ ടർക്കിയുടെ ഇതിലാണ് നിൽക്കുന്നത്. Wow. Oh my god, this is beautiful. When you're here, ഈ തറയിൽ വരെ ഇവർ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3D എഫക്റ്റ് ആണ്. 3D അല്ല, 70 ആണ്. എന്തും അത് Hi. You and the buggy. Oh, I will definitely take. Thank you, ma'am. Welcome to Dubai Expo 2020. Excuse me, please give away for me. Sorry. Please give away for me. Oh, like that. Oh, what's your name?
അവൻ വെൽക്കം ടു ദുബായ് എന്ന് മാത്രമേ പറഞ്ഞു. അവനത് മാത്രമേ അറിയത്തുള്ളൂ. യാ ഷുവർ, ഞാനിവിടുത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായി മാറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഐ എം എ ഫോട്ടോഗ്രാഫർ ഫ്രം ഇന്ത്യ. എന്തായാലും ഇപ്പം അവൾ ഉറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിയ ടൈമിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോവാം. ബിക്കോസ് ഇവിടെ കുറേ പവലിയൻസ് ഉണ്ട്. ഏതിൽ കയറണം എന്നാണ് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ. പെട്ടെന്ന് സമയം പോടും. ഇപ്പൊ ഓൾറെഡി 5 മണിയായി. ഈ പ്രിന്റൊക്കെ നോക്കി നല്ല രസമല്ലേ ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ കട്ട്സ് ഒക്കെ അല്ലേ, അത് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് നിങ്ങൾക്ക്? ബിഗ് ബോസിൽ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ശ്രീനിക്ക് ഇങ്ങനെ ഒരു സാധനം കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് തുറക്കുമ്പോൾ അതിലൊരു പ്രിന്റ് വരും. ഇപ്പൊ അങ്ങനെ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ട്. മൂക്ക് വെച്ചത് കട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രിന്റ് ആവും. ഞാൻ ഇൻസ്റ്റയിൽ കണ്ട. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഓടാം. എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിൽ കയറുന്നത്. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഇതിന്റെ പേരെന്താ, ഇങ്ങനെ കറങ്ങുന്ന സാധനം, റാറ്റിനെ. എന്തായാലും ഇങ്ങനത്തെ ഒരു സാധനത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. നമ്മൾ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് കയറിയിരിക്കാൻ പോവാണ്. യെസ്, ഐ തോട്ട് ഇതിന് ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഒരു വഴിയാവുമെന്ന് വിചാരിച്ചു. അതെ, ഞാൻ ഇത് ഭയങ്കര, ഇതിന്റെ പേരെന്താന്ന് ഇങ്ങനെ എറൗണ്ട് ദ വേൾഡ് കരോസൻ. ഓ വാവ്, ഇതിലെങ്ങനെ കയറുന്നേ? ഫ്രീ ആണ്. ഓക്കെ, ആ നമുക്ക് എടുക്കാമല്ലോ, ഫോട്ടോ എടുക്കാം. മാത്രമല്ല നമുക്ക് ഫോട്ടോ എടുത്തിട്ട് കയറാൻ പാടുള്ളൂ. അതെങ്ങനെ? ചുമ്മാ ഇറങ്ങാം. കുഞ്ഞിനെ ഉറക്കിയിട്ട് ഡാഡി മമ്മി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അയ്യോ, അവിടെ ഇരുന്നു. കുണ്ട്രത്തിലെ കുമരനുക്ക് കൊണ്ടാട്ടം. അത് നിലാ ബേബിയാണോ? പെട്ടെന്ന് വാവയുടെ ചേട്ടപ്പേ. ശ്രീനി, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കുറേ നേരം ഒരു കുതിരപ്പുറത്ത് കയറി ഇരിക്കുന്നുണ്ട്. ആക്ച്വലി കുറേ മലയാളികൾ അവിടെ നിന്ന് കളിയാക്കി കൂവിയിട്ടൊക്കെ പോകുന്നു. ബെല്ലടിച്ചത് അല്ലെ? ക്ലാസ്സിൽ കയറ്. ഇട താഴേക്ക് പോലൊക്കെ അവിടെ. ഞാൻ ഒരു കൊച്ചു കരയാണ് കേട്ടോ അവിടെ കണ്ടു. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. ആസ് ലോങ് ആസ് ഇറ്റ്സ് നോട്ട് യുവർ കുട്ടി, യു കെൻ ഓൾവേസ് ബി എ കുട്ടി. നീ ജനുവരിയിൽ വിരിയുമോ പ്രണയമായി, ആ പാട്ടാണ് ഇവരിട്ടിരിക്കുന്നത്. അതിന്റെ മലയാളം വേർഷൻ ഞാൻ പാടി. Many hours later. അതെ, സ്ഥലത്തോളികളെ തീർന്നു. എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. ബിക്കോസ് നമുക്കിനി വേറെ പണിയുണ്ട് കേട്ടാ. നമുക്ക് വേറെ അടുത്ത സ്ഥലത്ത് പോണ്ടേ. അടിപൊളിയല്ലേ? ഓ കണ്ടോ, അവള് നല്ല സൂപ്പറായിട്ട് ഉറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം റിപ്പബ്ലിക് ഓഫ് കൊറിയ. ബിക്കോസ് കുറേ പേര് പറഞ്ഞു കൊറിയ അടിപൊളി പവലിയനാണ്, അത് കാണേണ്ട ഒന്നാണ്. കൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. ആക്ച്വലി എൻട്രൻസ് ഈ വഴിയായിരുന്നു. ഇത് കൊള്ളാലോ, ഈ സാധനം ഇങ്ങനെ തിരിഞ്ഞോണ്ടേ ഇരിക്കണം. സൂപ്പർ സാധനം കേട്ടോ ഇത്. ഒരു തംബ്നെയിൽ എടുത്തോളൂ. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ഞങ്ങൾ ഇവിടെ ക്യൂവിൽ നിന്നു, ലൈനിൽ നിന്നിട്ടാണ് ഞങ്ങൾ കയറാൻ പോണത്. എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇറ്റ് ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പം ലെറ്റ്സ് സീ. ബേസിക്കലി ഇവർ ചെയ്യുന്നത് എല്ലാവർക്കും ഓരോ മൊബൈൽ വീതം തരുവാണ് ഇവരാദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് ഒരെണ്ണം ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, അവതാർ. പ്ലീസ് കൺഫേം യുവർ അവതാർ. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ അവതാർ. പോളിഷ്, PEARLISH. പോളിഷ്.
സ്ക്വിഡ് ഗെയിം പോലെ എന്തോ ഒരു സംഭവമാണ്. ഞങ്ങൾ ഗെയിമിൻ്റെ അകത്ത് ചെന്നു. യെസ്. സോ ഗൈസ്, ഞങ്ങൾ കൊറിയൻ പവലിയനിലാണ്. അതെ. ഇപ്പം നമ്മൾ സ്റ്റെപ്സിലാണ്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. എല്ലാവരും ഇങ്ങനെ കയറി കയറി പൊയ്ക്കൊണ്ടിരിക്കുക. ഈ സാധനം കിടന്ന് കറങ്ങുന്നുണ്ട്. ശ്രീനി Easy as pie, lemon, apple or cherry. Loving you is so very sweet, sweet, sweet. How can it be such a piece of cake? And your smile is the icing. Loving you is a party. It's sweet, sweet, sweet. How can it be? And you make my candy coated heart melt. When you take my hand and I am under your spell. So guys, നമ്മളിപ്പം ഹംഗറി എന്ന് പറയുന്ന പവലിയനിലാണ് കയറിയിരിക്കുന്നത്. നിലു ബേബി എൻ്റെ തിരിച്ച് എൻ്റെ വയറ്റിൽ കയറിയിരിക്കുകയാണ്. I'm pleased as punch, whether spiked or sparkling. You make me tipsy and bubbly. If you're dessert, I want the last course first. Oh, I love. Wow guys, ഭയങ്കര ഫീൽ കേട്ടോ. ഇറ്റ് ലുക്സ് വെരി റിയലിസ്റ്റിക്. പറകില് വാ ഇനി അങ്ങനെ. ഇതൊക്കെ റിയൽ. അടിപൊളി അടിപൊളി സൂപ്പർ. When you take my hand and I am under your spell. Oh, and you make my candy coated heart race. When you take my hand and we go stargaze. Baby, I crave your affection. When I stepped in sweet confection. Honey, you're my sugar. Baby, I crave your affection. When I stepped in sweet confection. Honey, you're my sugar. നമ്മൾ ഇന്ത്യൻ പവലിയനിൽ എത്തിയിട്ടുണ്ട്. എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് ലെറ്റ്സ് ഡു ദിസ്. ഹായ്, സുഹാനയാണ്. ഓക്കെ, ഹായ്. സോ ഞങ്ങൾ ഫൈനലി ഇന്ന് കറങ്ങി നടന്ന് ഇന്ത്യൻ പവലിയനിൽ എത്തി. സോ നില ബേബി ഉണ്ട്, അവളൊരു വഴിയായിട്ടിരിക്കുകയാണ്. ഇതാ അമ്മ, ഡാഡി. ഓക്കെ, സീ യു. ഇന്ത്യൻ ആസ്ട്രോണമീനെ കുറിച്ച്, അതായത് the roots of astronomy are reflected in India's literature and heritage architecture. നിലു ഇത് നോക്ക്, നിലു നിലു ഇത് നോക്ക്, നിലു പിടിച്ചോ. നല്ല ഇത് വേൾഡ് വൈഡ് ഉള്ള ആൾക്കാർ അവർ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രൈഡാണിത് ശരിക്കും. ഐ തിങ്ക് ഇന്ത്യൻ പവലിയൻ ഈസ് ബൈ ഫാർ ദ ഫേവറേറ്റ് ബിക്കോസ് വിഷ്വലി നമ്മളുടെ പ്രിൻറ്റുകൾ, നമ്മളുടെ എസ്തറ്റിക്സ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഐ ലവ് ദിസ് ബിക്കോസ് നമുക്ക് ഇന്ത്യൻ ആർട്ട് ആൻഡ് ഇന്ത്യൻ കൾച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വിഷ്വലി ഇറ്റ്സ് ജസ്റ്റ് മെസ്മറൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. സീ ലുക്ക് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട്, എന്ത് രസത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത്, ഒരു രക്ഷയില്ല.
അങ്ങനെ നമ്മൾ തിരിച്ച് വി ആർ ബാക്ക് ഹിയർ. ഇവിടെ 8 മണിക്ക് എന്തോ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ട് അത്ര. അപ്പം അതൊക്കെ കാണാനാണ് നമ്മളിവിടെ തിരിച്ചെത്തിയത്. ഗൈസ്, ഇവിടെ ഇപ്പോൾ ഒരു ഭയങ്കര വിഷ്വൽ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മളുടെ എക്സ്പോ 2020 നമ്മൾ സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൻ്റെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൂഫാണ്. എൻ്റെ ബാക്ക് എനിക്ക് ഫീലേ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ കാല് എന്നോട് പിണങ്ങി മിണ്ടുന്നില്ല, എൻ്റെ ബ്രെയിൻ ഉറങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോഴത്തെ ടൈം അറൗണ്ട് 10:30 കഴിഞ്ഞ് അല്ലേ? 10:30. അതായത് ഇപ്പം നാട്ടിലെ 11-12 മണിയായിട്ടുണ്ട്. വിച്ച് മീൻസ് ഞങ്ങൾ സോംബി മോഡിലാണ്. പക്ഷേ എങ്കിലും മനസ്സിൽ ഇപ്പോഴും ഒരു ചെറിയ വിഷമമുണ്ട്. ബിക്കോസ് ഫുൾ പെവിലിയൻസ് കാണാൻ പറ്റിയില്ല. ഇന്ത്യൻ പെവിലിയൻ ഭയങ്കര കുറേ ഉണ്ട് ദൂരം. ലാസ്റ്റ് ഞങ്ങളൊരു ബഗ്ഗി റൈഡിൻ്റെ ഒരു ചെറിയ ഫുട്ടേജ് കാണിച്ചില്ല. അവസാനം ഞങ്ങൾ ബഗ്ഗിയിൽ കയറിയിട്ട് ഇവിടെ ഇപ്പം ഞങ്ങൾ എക്സിറ്റിൽ വന്ന് നിൽക്കുകയാണ്. പക്ഷേ എക്സിറ്റിൽ വരുമ്പം എഗൈൻ നല്ല മെമ്മറീസാണ് നമ്മളിവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തത്. സോ ഐ വോണ്ടഡ് ടു ബൈ ഒരു ഗുഡ് മെമ്മറി എന്നൊക്കെ പറയുമ്പോഴേ, ഇതിപ്പോൾ നില ബേബി കുറച്ചുകൂടി വളരുമ്പോൾ അവൾക്ക് ഇതൊന്നും ഒട്ടും ഓർമ്മയുണ്ടാവില്ല. അത് അവിടെ ഇരിപ്പുണ്ട് മമ്മീൻ്റെ ഡാഡിയുടെ അടുത്ത്. അപ്പം ഈ 2 ടോയ്സാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് ടെറ ആൻഡ് ഓപ്റ്റി. ഇവരെയാണ് നമ്മളിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ ഞങ്ങളുടെ ഈ ഫുൾ വ്ളോഗിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എക്സ്പോ 2020 ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനി കാണാൻ പറ്റാത്തവർക്ക്, അതായത് പേഴ്സണലി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോയിലൂടെ അതിലൊരു ചെറിയ എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്, അല്ലേ ശ്രീനി? എനിവേ താങ്ക് യു സോ മച്ച്. ഇവിടെ വേറൊരാൾ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ്? ഹലോ, ഹായ്. ഋഷൻ, ഹായ്. ഞാനിങ്ങനെ വൈൻഡപ്പ് എടുത്തോണ്ടിരിക്കുകയാണ്. ഹംഗറിയൻ പവലിയനിൽ വന്നിരുന്നു. ആണല്ലേ? വർക്ക് ചെയ്യാണ് ഇവിടെ. ഓക്കെ, സൂപ്പർ സൂപ്പർ. എനിവേ നൈസ് മീറ്റിംഗ് യു. ആണല്ലേ? അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ താങ്ക് യു. ബൈ. സീ യു. ബൈ. യെസ്, ബൈ. അപ്പോൾ ഇന്ന് കുറേ മലയാളികളെ കാണാൻ പറ്റി, നമുക്ക് അറിയുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി. അപ്പം വി ആർ സൂപ്പർ ഹാപ്പി. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഹായ്. അപ്പോൾ എന്തായാലും നമ്മുടെ കാർ അവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കുറേ കുഞ്ഞു പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് വരൂ, കമോൺ. അവർക്ക് ഈ ഗിഫ്റ്റ് കൊടുത്താലോ? ഹായ്, എ സ്മോൾ ഗിഫ്റ്റ് ഫ്രം അസ്. ഹായ്, ഇത് നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ. ബൈ. ബൈ. സീ യു. ഗൈസ്, ബാക്കൊക്കെ ഒടിഞ്ഞു പോയി ഗൈസ്. പിന്നെ അത്രയുണ്ട് നടക്കാൻ. അപ്പോൾ ഞങ്ങൾ ഇതോടെ കഴിഞ്ഞു. ഇന്നത്തെ എക്സ്പോ കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇനി ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ തിരിച്ചും വരാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? നാളത്തെ പ്ലാൻ എന്താന്ന് അടുത്ത വ്ളോഗിൽ. അതെ, ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe. Just believe. Ba ba ba.
yourself the way you are. Love the world the way it is. Pearly Money Show.